ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മന്ത് എൻഡ് ആയപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പോവാറുള്ള പ്രൊവിഷൻ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് വേണ്ട പ്രൊവിഷൻസൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പം ഞാനിവിടെ നേരത്തെ എത്തി, ഒരു 9 o'clock എത്തി. ഫരിയനെ വിട്ടതിന് ശേഷം അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇത് അങ്ങാടിക്കകത്തുള്ള ഒരു കുഞ്ഞു ഷോപ്പാണ്. റേറ്റും കുറവാണ്, നല്ല പ്രോഡക്ട്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കുക്ക് വെയറിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കടുക് പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കൂടെ തന്നെ ഞാൻ കുറച്ച് മാർക്കറ്റിൽ നിന്ന് ഫിഷും വാങ്ങിച്ചു. നല്ല ഫിഷായിരുന്നു. അപ്പോൾ ഞാനിന്ന് മത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫിഷ് കറി റെസിപ്പിയും ഫിഷ് ഫ്രൈ റെസിപ്പി കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീടൊക്കെ എത്തി. അപ്പോൾ നമ്മൾ മത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും അല്ലേ, ഒരു മീനും അങ്ങനെ ഒരു മോശമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനത് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ ചോറിനുള്ള അരി കഴുകിയിട്ട് നമ്മൾ ചോറുണ്ടാക്കാൻ പോവാണ്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോറിനുള്ള ഇത് ആദ്യം വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മീനിൻ്റെ വാല് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചിറക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാം. അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ചെതുമ്പൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ ചെതുമ്പൽ ഇളക്കി കളയാം. അപ്പോൾ ഫിഷ് ക്ലീനായി. ഇനി തലയും വയറിൻ്റെ ഭാഗവും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫിഷ് റെഡിയാവും. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലോട്ട് അമരയ്ക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ അതിന് താളിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓണിയൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫിഷ് കറിക്കും കൂടെയുള്ളത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, പിന്നെന്താ കറിവേപ്പില, പച്ചമുളക് അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ വെട്ടി കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് മീനെടുത്തിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുകയാണിത്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില അത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനുള്ളത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ താളിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുകിടാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒനിയനും കറി ലീവ്സും അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് അമരയ്ക്ക അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം അധികം ഇല്ലാതെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അമരയ്ക്ക മുഴുവനായിട്ട് അതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അമരയ്ക്ക വേറൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മീൻ കറിക്ക് വേണ്ടി ഒരു കടായി വെച്ച് കൊടുത്തു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഫിഷ് കറി കൂടെ ഞാനിതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അത് നല്ല പോലെ ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ സോട്ട് ചെയ്തെടുക്കാം ഇത്. ഒനിയൻ നന്നായി വഴണ്ടി വരട്ടെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ ഉപ്പേരി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ചിരകി വെച്ച് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. വെള്ളമൊക്കെ വറ്റി എല്ലാം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്.
നമ്മുടെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ലേറ്റായി. അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫിഷ് കറിയുടെ ഓണിയനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഒരു ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് സോട്ട് ആവട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫിഷ് കറിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗൾ തേങ്ങ എടുക്കുന്നുണ്ട്. ഇതൊരു പകുതി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒനിയനും ടൊമാറ്റോയും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ ഒരു ലെമൺ സൈസ് പുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ പിഴിഞ്ഞ് ആ വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സി ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് മീൻ കറിയുടെ പാകത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തിക്നെസ്സൊക്കെ കറക്റ്റാണ്. അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. മീൻ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പോൾ നമ്മൾ ഒരു 10 മത്തി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി, തോരനും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മസാല പുരട്ടി വെച്ച മീൻ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓരോ മീനായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ മത്തിയായിട്ട് നമ്മൾ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഫിഷ് ഫ്രൈക്ക് മസാലാസ് ആഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെറിയൊരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ മത്തിയും നമ്മൾ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേസ്റ്റ് കൂടെ ബാക്കിയുള്ള പേസ്റ്റ് കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കരിഞ്ഞ് പോവാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. മീൻ പൊടിഞ്ഞു പോവാതെ നമ്മൾ എല്ലാം മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ല പെർഫെക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസും ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഫരിയ സ്കൂളിൽ നിന്ന് എത്തിയതിന് ശേഷം ഫരിയനെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫരിയ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഫരിയയ്ക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ആൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു റെയിൻബോ കേക്കാണ് ഇഷ്ടമായി എന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്ക്. അപ്പോൾ ഇതൊക്കെ മന്ത്ലി വൺസ് അല്ലെങ്കിൽ വൺസിനെ വൈൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ട്രൈ ചെയ്തത് ഒരു ചിക്കൻ പോപ്കോൺ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു വാനില മിൽക്ക് ഷേക്ക്, അത്രയും മാത്രമേ ഉള്ളൂ. അധികം
ഒരുപാട് അതൊന്നും കഴിക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ അതൊക്കെ ടേസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും അതൊരു റിലാക്സിങ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ചന്തയ്ക്ക് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കാളൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ മഷ്റൂമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ പുത്തൂർ ബൈപ്പാസിലാണ് നമ്മൾ ചന്തയ്ക്ക് പോകാറുള്ളത്. അപ്പോൾ അവിടെ ആ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. അവരുടെ സിഗ്നേച്ചർ ഡിഷാണിത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫിഷ് കറി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഫരയ്ക്ക് അതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.